CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാലശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ 3 കടകളിൽ വൻ തീപിടുത്തം. വെള്ളിയാഴ്ച രാത്രി 9:45 തീ പടർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്ഥാപനങ്ങൾ അടച്ചുപോയതിനുശേഷമാണ് ഫുഡ്വെയർ ഷോപ്പ്, ജ്വല്ലറി, മൊബൈൽ ഷോപ്പ് എന്നിവയിൽ തീ പടർന്നത്. അപകടത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മറ്റൊരു നിവൃത്തിയുമില്ലാത്തതു കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കിയതെന്ന് മന്ത്രി കെ രാജൻ. ആർത്താറ്റ് ഈസ്റ്റ് വാർഡിലെ CPI സ്ഥാനാർത്ഥിയായ സുജാ ജേസന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയതായിരുന്നു മന്ത്രി. ചാവക്കാട് ചേറ്റുവ ബൈപ്പാസിൽ റോഡിനു കുറുകെ ആഴ്ചകൾക്ക് മുമ്പ് നിർമ്മിച്ച കാനയുടെ സ്ലാബ് തകർന്നു. പ്രതിഷേധവുമായി UDF പ്രവർത്തകർ. നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപണം. 14 വയസ്സുകാരനെതിരെ ലൈംഗികാതിക്രമം നടത്തിയ 53 വയസ്സുകാരന് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ. എടക്കഴിയൂർ പുളിക്കൽ വീട്ടിൽ 53 വയസ്സുള്ള ഷംസുവിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പുലിയന്നൂരിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ കർഷകനുൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. കീഴൂർ സേവ്യർ, വെള്ളാറ്റഞ്ഞൂർ സ്വദേശി ജെയിംസ് എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം രൂപപ്പെട്ടത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലാണെന്ന് മുൻമന്ത്രിയും CPI നേതാവുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. LDF കണ്ടാണശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ചുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. UDF ഗുരുവായൂർ നഗരസഭ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രകടനപത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ നഗരസഭ LDF തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. റാലിക്ക് ശേഷം നഗരസഭ ടൗൺഹാൾ പരിസരത്ത് നടന്ന പൊതുസമ്മേളനം മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ബാലറ്റുകൾ ക്രമീകരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളിലാണ് സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ആലേഖനം ചെയ്തിട്ടുള്ള ബാലറ്റുകൾ ക്രമീകരിച്ചത്. ചാവക്കാട് നഗരസഭ LDF തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. മണത്തലയിൽ നിന്നാരംഭിച്ച പ്രകടനത്തിൽ ചെങ്കൊടിയും ചുവപ്പ് ബലൂണുകളുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ ജില്ലാതല കായികമേള കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് ഗ്രൗണ്ടിൽ ആരംഭിച്ചു. സാഹിത്യ സാംസ്കാരിക സംഘടനയായ സഹൃദയവേദിയുടെ ജോർജ് ഇമ്മട്ടി ബാലസാഹിത്യ അവാർഡ് റാഫി നീലങ്കാവിലിന് സമ്മാനിച്ചു. ദേശം ചൊല്ലിത്തന്ന കഥകൾ എന്ന ഗ്രന്ഥത്തിനാണ് അവാർഡ്. കാലിക്കറ്റ് സർവകലാശാല ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ കടങ്ങോട് സ്വദേശിനി S ഗായത്രി 6ാം റാങ്ക് കരസ്ഥമാക്കി. പെരുമ്പ്ലാവ് അൻസാർ കോളേജിലെ ഇംഗ്ലീഷ് PG വിദ്യാർത്ഥിനിയാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സദസ്സ് നടത്തി. തലക്കോട്ടുകരയിൽ നടന്ന സാംസ്കാരിക സദസ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് N വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ കരുവാൻപടി റെയിൽവേ ഗേറ്റിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗുരുവായൂർ പോലീസ് എത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.